ചെമ്പൻ തലമുടിക്കാരുടെ കൂട്ടം. ഇതിൻ്റെ ഒന്നാം ഭാഗം ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ കാണുക. വാതിലിൽ ചെറിയൊരു ബോർഡ് തൂങ്ങിക്കിടപ്പുണ്ടായിരുന്നു. ഇതാണ് ആ ബോർഡ്. വിൽസൺ ഒരു കട്ടിക്കടലാസ് ഞങ്ങളുടെ മുന്നിൽ വെച്ചു. ചെമ്പൻ മുടിക്കാരുടെ സംഘം പിരിച്ചുവിട്ടിരിക്കുന്നു. കടലാസിൻ്റെ ചുവട്ടിൽ തീയതിയും വെച്ചിരുന്നു. അത് കണ്ട നേരം ഞാനും ഹോംസും പൊട്ടിച്ചിരിച്ചുപോയി. ഞങ്ങളുടെ കക്ഷിക്ക് ദേഷ്യം വന്നു. അയാൾ ചോദിച്ചു, ഇതിലെന്താ ഇത്ര ചിരിക്കാൻ? എന്നെ കളിയാക്കാനാണ് ഭാവമെങ്കിൽ ഞാൻ മറ്റെവിടെയെങ്കിലും പോയേക്കാം. അയാൾ എഴുന്നേൽക്കാൻ തുടങ്ങി. ഹോംസ് അയാളെ പിടിച്ചിരുത്തിയിട്ട് പറഞ്ഞു, ക്ഷമിക്കണം സുഹൃത്തെ, ചെറിയൊരു നേരം പോക്ക് തോന്നി ചിരിച്ചുപോയതാണ്. പറയൂ ബാക്കി കൂടി. വിൽസൺ തുടർന്നു. നോട്ടീസ് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ചുറ്റുപാടുമുള്ള ഓഫീസുകളിൽ അന്വേഷിച്ചു. അവരാരും ടങ്കർ റോസിനെ അറിയുക പോലുമില്ല. കെട്ടിടം ഉടമയോട് ചോദിച്ചപ്പോൾ അയാളും കൈമലർത്തി. ഞാൻ നിരാശനായി വീട്ടിലെത്തി. എൻ്റെ അസിസ്റ്റൻ്റ് എന്നെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. എന്തെങ്കിലും അറിയിപ്പ് പിന്നീട് കിട്ടിയേക്കുമെന്ന് അയാൾ പറഞ്ഞു. ഒരു സമാധാനത്തിനാണ് ഞാൻ നിങ്ങളെ സമീപിച്ചത്. നിങ്ങൾ പാവങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. തീർച്ചയായും ഞാൻ നിങ്ങളെ സഹായിക്കാം മിസ്റ്റർ വിൽസൺ. ആവട്ടെ, നിങ്ങളുടെ അസിസ്റ്റൻ്റ് ഉണ്ടല്ലോ, മിസ്റ്റർ സ്പാൾഡിംഗ്. അയാൾ നിങ്ങളുടെ കൂടെ കൂടിയിട്ട് എത്ര കാലമായി? ഏതാണ്ട് 6 മാസമായി, വിൽസൺ പറഞ്ഞു. അയാളെ കണ്ടാൽ എങ്ങനെ? പൊക്കക്കുറവാണ്, ഉറച്ച ശരീരം, പ്രായം ഏതാണ്ട് 30 വയസ്സ്. നെറ്റിയിൽ ആസിഡ് വീണ് പുള്ളിയ മാതിരി ഒരു പാടുണ്ട്. ഹോംസ് ഒന്ന് നിവർന്നിരുന്നു. പിന്നെ മെല്ലെ ചോദിച്ചു, അയാളുടെ കാതുകൾ തുളച്ചിരുന്നോ? ഉണ്ട് സാർ, കാത് തുളച്ചിട്ടുണ്ട്. ഹോംസ് അല്പനേരം ചിന്തിച്ചിരുന്നു. ശരി മിസ്റ്റർ വിൽസൺ, 2 ദിവസങ്ങൾക്കുള്ളിൽ ഈ നാടകത്തിൻ്റെ അർത്ഥം ഞാൻ കണ്ടുപിടിക്കാം. ഇന്ന് ശനിയാഴ്ച, തിങ്കളാഴ്ചയോടെ കാര്യങ്ങൾ വ്യക്തമാകും. വിൽസൺ യാത്ര പറഞ്ഞു പോയതിനു ശേഷം ഹോംസ് കുറേ നേരം ചിന്തയിലാണ്ടു. ചുണ്ടിൽ പൈപ്പ് പുകഞ്ഞു. പെട്ടെന്ന് ഹോംസ് ചാടി എണീറ്റു. സെൻറ്റ് ജെയിംസ് ഹാളിൽ ഇന്നൊരു സംഗീത കച്ചേരിയുണ്ട്. നഗരത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്യാം. എന്താ? ഞാൻ സമ്മതിച്ചു. പ്രാക്ടീസ് കുറഞ്ഞ സമയമായതിനാൽ എനിക്ക് കാര്യമായ ജോലി തിരക്കുണ്ടായിരുന്നില്ല. എങ്കിലും പെട്ടെന്ന് സംഗീത കച്ചേരിക്ക് പോകാൻ ഹോംസ് തീരുമാനിച്ചത് എനിക്ക് അത്ഭുതമായി. ഞങ്ങൾ കോബർഗ് ജംഗ്ഷനിലെത്തി. ഇരുവശവും ഇഷ്ടിക കൊണ്ട് പണിത 2 നില കെട്ടിടങ്ങൾ. വീതിയും വൃത്തിയുമില്ലാത്ത തെരുവ്. മൂലയിലൊരു വീടിൻ്റെ ചുമരിൽ ജാബീസ് വിൽസൺ എന്ന ബോർഡ് കണ്ടു. ആ വീടിൻ്റെ മുന്നിൽ നിന്ന് ഹോംസ് 4 പാടും ശ്രദ്ധിച്ചു. പിന്നീട് ഫുട്പാത്തിൽ ഊന്നുവടി കൊണ്ട് 2-3 പ്രാവശ്യം മുട്ടി നോക്കി. സമീപത്തുള്ള മറ്റു കെട്ടിടങ്ങളും അദ്ദേഹം നിരീക്ഷണ വിധേയമാക്കി. ഹോംസ് നേരെ വീട്ടിലേക്ക് ചെന്ന് വാതിലിൽ മുട്ടി. ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരനാണ് വാതിൽ തുറന്നത്. സ്ട്രാൻഡിലേക്കുള്ള വഴി ഏതാണ്? ഹോംസ് ചോദിച്ചു. ചുരുങ്ങിയ വാക്കുകളിൽ വഴി പറഞ്ഞു കൊടുത്തിട്ട് ചെറുപ്പക്കാരൻ വാതിലടച്ചു. വിൽസന്റെ സഹായി സ്പാൾഡിംഗ് ആണ് ആ ചെറുപ്പക്കാരനെന്ന് ഞാൻ ഊഹിച്ചു. അയാളുടെ കാലുറയുടെ മുട്ടുകളാണ് ഞാൻ നോക്കിയത്, ഹോംസ് പറഞ്ഞു. എന്നിട്ട് എന്തു മനസ്സിലായി? ഞാൻ ഊഹിച്ചത് ശരിയായി എന്ന് തെളിഞ്ഞു. ഫുട്പാത്തിൽ ഊന്നുവടി കൊണ്ട് ഇടിച്ചതെന്തിനാണെന്ന് ഹോംസ് വിശദമാക്കിയില്ല. സെൻറ്റ് ജെയിംസ് ഹാളിലെ സംഗീത കച്ചേരി കേട്ടു പുറത്തിറങ്ങിയപ്പോൾ ഹോംസ് പറഞ്ഞു, വലിയൊരു കുറ്റകൃത്യം നടക്കാൻ പോകുന്നു. എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. കാര്യം ശരിക്ക് പിടികിട്ടിയില്ലെങ്കിലും ഞാൻ തലകുലുക്കി. രാത്രി 10 മണിക്ക് ചെറിയൊരു യാത്രയ്ക്ക് തയ്യാറാകാൻ അദ്ദേഹം എന്നോട് പറഞ്ഞു. ആർമി റിവോൾവർ കയ്യിൽ കരുതണമെന്നു കൂടി ഹോംസ് കൂട്ടിച്ചേർത്തു. ഞാൻ വീട്ടിൽ തിരിച്ചെത്തി അല്പം വിശ്രമിച്ചു. 9 മണി കഴിഞ്ഞപ്പോൾ ഞാൻ ബേക്കർ സ്ട്രീറ്റിൽ ഹോംസിൻ്റെ വസതിയിലെത്തി. ഹോംസിൻ്റെ മുറിയിൽ അപ്പോൾ മറ്റ് 2 പേർ കൂടി ഉണ്ടായിരുന്നു. പോലീസ് ഡിറ്റക്റ്റീവ് പീറ്റർ ജോൺസ്, ലണ്ടനിലെ ഒരു പ്രധാന ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡ് ചെയർമാൻ മേരി വെതർ എന്നിവരായിരുന്നു അവർ. ഇന്ന് ശനിയാഴ്ചയാണ്. വളരെ കാലമായി പോലീസിന് പിടികെട്ടേണ്ടുന്ന ജോൺ ക്ലേ എന്ന കുപ്രസിദ്ധ കവർച്ചക്കാരനെ ഇന്ന് വലയിലാക്കാൻ കഴിഞ്ഞേക്കും. അപാര ബുദ്ധിമാനായ കുറ്റവാളിയാണ് അയാൾ, ഹോംസ് മെല്ലെ പറഞ്ഞു. ഞങ്ങൾ 4 പേരും കോബർഗ് ജംഗ്ഷനിലെത്തി. തെരുവ് വിജനമായിരുന്നു. ബാങ്ക് ഡയറക്ടറുടെ പിന്നാലെ ഒരു ഊടുവഴിയിലൂടെ നടന്ന് വാതിൽ തുറന്ന് ഞങ്ങളൊരു കെട്ടിടത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു. ഇടനാഴിയിലൂടെ ഞങ്ങൾ നടന്നു. അതിൻ്റെ അവസാനം കട്ടിയുള്ള ഒരു ഇരുമ്പ് വാതിൽ. നഗരത്തിലെ പ്രസിദ്ധമായ ഒരു ബാങ്ക് കെട്ടിടത്തിനുള്ളിലായിരുന്നു ഞങ്ങൾ. ആ ഇരുമ്പ് വാതിൽ തുറന്ന് ഞങ്ങൾ അറയ്ക്കുള്ളിൽ പ്രവേശിച്ചു. അറയ്ക്കുള്ളിൽ അനേകം പെട്ടികൾ അടുക്കി വെച്ചിരുന്നു. ഓരോ പെട്ടിയിലും 2000 പവൻ സ്വർണ്ണ നാണയങ്ങൾ ഉള്ളതായി ബാങ്ക് ഡയറക്ടർ മേരി വെതർ പറഞ്ഞു. ബാങ്ക് ഓഫ് ഫ്രാൻസിൽ നിന്ന് വായ്പ വാങ്ങി സൂക്ഷിച്ചിരിക്കുകയാണ്. കുപ്രസിദ്ധ ക്രിമിനലുകൾ നോട്ടമിട്ടിരിക്കുന്നതും ആ സ്വർണ്ണമാണെന്ന് ഹോംസ് മന്ത്രിച്ചു. അറയ്ക്കുള്ളിലൊരു ഭാഗത്ത് വടി നിലത്തടിച്ചു നോക്കി ബാങ്ക് ഡയറക്ടർ പറഞ്ഞു, അയ്യോ, ഇവിടം പൊള്ളയാണെന്ന് തോന്നുന്നല്ലോ. ഇതെങ്ങനെ സംഭവിച്ചു? ഷ്, ഒച്ചയുണ്ടാക്കരുതേ, ഹോംസ് ശബ്ദമടക്കി പറഞ്ഞു. നമുക്കിവിടെ 1 മണിക്കൂറെങ്കിലും കാത്തിരിക്കേണ്ടി വരും. വിളക്കിൻ്റെ സഹായത്തോടെ ഹോംസ് നിലം പരിശോധിച്ചു. ലെൻസ് ഉപയോഗിച്ച് ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ കല്ലിൻ്റെ വിടവുകൾ വ്യക്തമായി. ഹോംസ് വിളക്ക് അല്പം അകലേക്ക് മാറ്റിവെച്ചു. പിന്നീടൊരു തട്ടി കൊണ്ട് വെളിച്ചം മറച്ചു. മുറിക്കുള്ളിൽ ഇരുട്ടായി. ആ ഇരുട്ടിൽ ഞങ്ങൾ 4 പേർ ശ്വാസമടക്കി കാത്തിരുന്നു. അവർ ഇപ്പോൾ വരും, ഹോംസ് മന്ത്രിച്ചു. അവർക്ക് പിന്തിരിഞ്ഞോടാൻ ഒരൊറ്റ വഴിയേ അവശേഷിച്ചിട്ടുള്ളൂ, വിൽസന്റെ വീടുവഴി മാത്രം. അവിടെ പോലീസുകാരെ നിർത്തിയിട്ടുണ്ടല്ലോ അല്ലേ? ഉണ്ട്. ഒരു ഇൻസ്പെക്ടറും 3 പോലീസുകാരും വീടിൻ്റെ മുൻവാതിലിൽ തയ്യാറായി നിൽപ്പുണ്ട്, ഡിറ്റക്റ്റീവ് പീറ്റർ ജോൺസ് പറഞ്ഞു. നിമിഷങ്ങൾ ഇഴഞ്ഞു നീങ്ങി.
ഉത്കണ്ഠ ഘനീഭവിച്ച നിമിഷങ്ങൾ. ഞാൻ റിവോൾവർ തയ്യാറാക്കി ഒരു പെട്ടിയുടെ പിന്നിലിരുന്നു. നിലത്ത് ഇളകിയിരുന്ന കല്ലിൻ്റെ വിടവിലൂടെ ഒരു തരി വെട്ടം കാണായി. അതാ ആ വിടവ് വലുതാകുന്നു. ആരോ താഴെ നിന്ന് കുത്തി തറ പൊളിക്കുകയാണ്. അല്പനേരം കഴിഞ്ഞപ്പോൾ കല്ല് പൊട്ടി. വലിയൊരു ദ്വാരം അവിടെ രൂപം കൊണ്ടു. അതിലൂടെ ഒരാൾ മെല്ലെ മുകളിലേക്ക് വലിഞ്ഞു കയറി. മുകളിലെത്തിയ ശേഷം അയാൾ താഴേക്ക് കൈ നീട്ടി. ചെമ്മിച്ച തലമുടിയുള്ള മറ്റൊരാൾ ആ കൈയിൽ പിടിച്ചു മുകളിലേക്ക് വലിഞ്ഞു കയറി. ഒരു നിമിഷം ഹോംസ് ഒറ്റച്ചാട്ടത്തിന് മുകളിൽ നിന്ന മനുഷ്യന്റെ കോളറിൽ പിടികൂടി. രണ്ടാമത്തെയാളെ ജോൺസ് കടന്നു പിടിച്ചെങ്കിലും കൈ വഴുതിപ്പോയി. ചെമ്പൻ മുടിക്കാരൻ കുഴിയിലേക്ക് തിരിച്ചു ചാടി. അയാൾ എവിടെ രക്ഷപ്പെടാൻ? തിരികെ ചെന്ന് കയറുന്ന സ്ഥലത്ത് അയാളെ കാത്ത് പോലീസുകാർ നിൽക്കുന്നുണ്ടല്ലോ. ഹോംസ് ചെറിയൊരു മൽപ്പിടുത്തത്തിലൂടെ ആദ്യത്തെ ആളെ കീഴടക്കി. ഇനി നീ രക്ഷപ്പെടില്ല, ഹോംസ് പറഞ്ഞു. നിന്റെ കൂട്ടുകാരൻ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലായിട്ടുണ്ടാവും. ജോൺ ക്ലേ എന്ന കുപ്രസിദ്ധ കവർച്ചക്കാരനായിരുന്നു അയാൾ. ജോൺസ് അയാളെ വിലങ്ങണിയിച്ച് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അറയിൽ നിന്ന് പുറത്തു കടന്നപ്പോൾ മേരി വെതർ പറഞ്ഞു, മിസ്റ്റർ ഹോംസ്, ഞങ്ങളുടെ ബാങ്ക് താങ്കളോട് കടപ്പെട്ടിരിക്കുന്നു. വലിയൊരു കവർച്ചയ്ക്കുള്ള ശ്രമത്തെയാണ് താങ്കൾ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. പിറ്റേന്ന് വെളുപ്പാങ്കാലത്ത് ബേക്കർ സ്ട്രീറ്റിലെ തൻ്റെ വസതിയിലിരുന്ന് ഹോംസ് ചെമ്പൻ മുടിക്കാരുടെ സംഘത്തെപ്പറ്റിയുള്ള രഹസ്യം വിവരിച്ചു. ജോൺ ക്ലേയും സഹായിയും ചേർന്ന് ബാങ്ക് കൊള്ളയടിക്കുവാൻ തീരുമാനിച്ചു. ജാംബേസ് വിൽസന്റെ വീടിന് സമീപത്താണ് ബാങ്ക് കെട്ടിടം. വിൽസന്റെ വീടിന്റെ നിലവറയിൽ നിന്ന് ബാങ്ക് കെട്ടിടത്തിലേക്ക് തുരങ്കം നിർമ്മിക്കാൻ അവർ പ്ലാനിട്ടു. അതിനായി വിൽസനെ വീട്ടിൽ നിന്ന് അകറ്റി നിർത്താൻ അവർ പ്രയോഗിച്ച തന്ത്രമായിരുന്നു ചെമ്പൻ മുടിക്കാരുടെ സംഘം. വിൽസൺ ആളൊരു മന്ദബുദ്ധിയാണ്. 2 മാസം മുഴുവൻ അയാൾ ചെമ്പൻ മുടിക്കാരുടെ സംഘത്തിൽ പോയി എൻസൈക്ലോപീഡിയ പകർത്തി എഴുതി. ആ സമയം അയാളുടെ വീട്ടിൽ തുരങ്കത്തിന്റെ പണി നടന്നുകൊണ്ടിരുന്നു. തുരങ്കം പൂർത്തിയായപ്പോൾ വിൽസന്റെ പകർത്തി എഴുത്തും നിർത്തി. ശനിയാഴ്ച ദിവസം അവർ കവർച്ച നടത്തുമെന്ന് ഞാൻ കണക്കുകൂട്ടി. ശനിയാഴ്ച കവർച്ച നടത്തിയാൽ അതേപ്പറ്റി ആളുകൾ അറിയാൻ പോകുന്നത് തിങ്കളാഴ്ച മാത്രമായിരിക്കും. രക്ഷപ്പെടാൻ അവർക്ക് 2 ദിവസം കിട്ടും. അതിനാലാണ് അവർ ശനിയാഴ്ച വരുമെന്ന് ഞാൻ കണക്കാക്കിയത്. അത്ഭുതം, അത്ഭുതം, ഞാൻ പറഞ്ഞു. എല്ലാം വഴിയാമണ്ണം തന്നെ അങ്ങ് കണക്കു കൂട്ടുന്നു. അതാണല്ലോ എൻ്റെ ജീവിതം തന്നെ, വാട്സൺ. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്